ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലീൻ നോളജ് മിഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 7, 8 തീയതികളിലെ കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, നമ്മൾ നവംബർ 1 മുതലും ഡിസംബർ 1 മുതലുമുള്ളത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 7, 8 തീയതികളിലെ കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. ഓക്കെ, അത് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ PSC പരീക്ഷ നോട്ടിഫിക്കേഷൻ ഈ മാസം ഡിസംബർ അവസാനത്തോടുകൂടി സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങുന്ന ബാച്ചുകൾ പുതിയ രാവിലെ 6 മണിക്കും രാത്രി 9 മണിക്കുമുള്ള 2 പുതിയ ബാച്ചുകളും സെക്രട്ടറി ടെസ്റ്റിൻ്റെ സ്പെഷ്യൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സും ഈ വരുന്ന ആഴ്ചകളിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിന് ലാസ്റ്റ് നമ്പർ കാണിക്കും, അതുമായി ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള പോർഷനാണ് കൊടുത്തു തുടങ്ങുന്നത്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ യൂട്യൂബ് ചാനൽ വഴി കറണ്ട് അഫയേഴ്സ് റിലീസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ബാക്കി സബ്ജക്റ്റുകൾ അടിസ്ഥാന വിവരങ്ങൾ മുതൽ എല്ലാ വിഷയങ്ങളും നമ്മളുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിന്ന് തുടങ്ങാം. ഡിസംബർ 7, 8 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് ആണെന്ന് നോക്കാൻ പോകും. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം ഒരു പുതിയ നിയമനമാണ്. നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ഡോക്ടർ രത്തൻ യു ഖേൽക്കറാണ്. ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കറാണ് നമ്മുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. ഓക്കെ, ഇനി പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചൊരു വാർത്തയാണ്. യുനെസ്കോയുടെ മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിനെയാണ്. യുനെസ്കോയുടെ പൈതൃക ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നിന്നും മികച്ച ടൂറിസം കേന്ദ്രമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഏതിനെയാണ്? പശ്ചിമ ബംഗാളിനെയാണ്. അപ്പോൾ മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തിരിക്കുന്നത് പശ്ചിമ ബംഗാൾ. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ്, CND എന്ന് പറയും. കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ 68ാമത് അധ്യക്ഷ പദവിയിലേക്ക് ഒരു ഇന്ത്യക്കാരൻ എത്തുകയാണ്. ഇന്ത്യക്കാണ് ഈ തവണത്തെ അതിൻ്റെ അധ്യക്ഷ പദവി വഹിക്കാനുള്ള ഇത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ ശംഭു കുമാരനെ CNDയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ CNDയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിയമിതനായ ഇന്ത്യക്കാരനാണ് ആര്? ശംഭു കുമാരൻ. അപ്പോൾ കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ് അതിൻ്റെ 68ാമത് അധ്യക്ഷ പദവി ലഭിച്ചിരിക്കുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യക്കാരനായ ശംഭുകുമാരനെ അതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു സുപ്രധാന പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഈ CND എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നയരൂപീകരണ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏത്? ഈ CND എന്ന് പറയുന്നത്. അപ്പോൾ കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ പുതിയ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? ഇന്ത്യക്കാരനായ ശംഭു കുമാരനെയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു സുപ്രധാന പദവിയിലേക്ക് ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്നത് എന്നൊരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ് അതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുന്ന ഇന്ത്യക്കാരനാണ് ആര്? ശംഭു കുമാരൻ. ഇനി ന്യൂമോണിയക്കെതിരെ ഇന്ത്യയിൽ ഒരു ആൻറ്റിബയോട്ടിക് വികസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നാഫിത്രോമൈസിൻ. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുമ്പോൾ വരാവുന്ന ഒരു പോയിന്റാണ്. ന്യൂമോണിയക്കെതിരെ ഇന്ത്യൻ ഔഷധ മേഖല വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിനാണ് നാഫിത്രോമൈസിൻ. അപ്പോൾ ന്യൂമോണിയക്കെതിരെ ഇന്ത്യയിലെ ആരോഗ്യ മേഖല വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഏതാണ്? നാഫിത്രോമൈസിൻ. ഇത് വിപണിയിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ പേര് നാഫിത്രോമൈസിൻ എന്നല്ല, മിക്നാഫ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പോയിന്റ് പറഞ്ഞു. ഏതൊക്കെ? ഒന്ന്, സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഡോക്ടർ രത്തൻ യു ഖേൽക്കറെ നിയമിച്ചിട്ടുണ്ട്. ലോക പൈതൃക ടൂറിസം കേന്ദ്രങ്ങളിൽ മികച്ച ടൂറിസം കേന്ദ്രമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് പശ്ചിമ ബംഗാളിനെയാണ്. കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ശംഭു കുമാരനെ നിയമിച്ചു. അതുപോലെ ന്യൂമോണിയക്കെതിരെ വികസിപ്പിച്ച ആൻറ്റിബയോട്ടിനാണ് നാഫിത്രോമൈസിൻ. ഇനി ആംഗ്യഭാഷ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ ഒരു DTH ചാനലാണ് PM E-വിദ്യ എന്ന് പറയുന്നത്. ആംഗ്യഭാഷ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ ഒരു DTH ചാനലാണ് PM E-വിദ്യ.
ഓക്കെ, ഇനി രണ്ട് മന്ത്രിമാരെ പരിചയപ്പെടാം. ഒന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. നമ്മൾ കുറേ കേന്ദ്രമന്ത്രിമാരെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. അപ്പോൾ ഇത് മുതൽ നമ്മൾ കുറച്ച് സംസ്ഥാന മന്ത്രിമാരെയും കൂടെ പഠിച്ചു പോകും. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഓക്കെ, അതും ഒന്ന് കുറിച്ച് വെച്ചേക്കുക. കാരണം ചില പരീക്ഷകളിലൊക്കെ കയറി മന്ത്രിമാരെയൊക്കെ ചോദിക്കാറുണ്ട്. അവരുടെ വകുപ്പുകൾ അല്ലെങ്കിൽ വകുപ്പുകൾ തന്നിട്ട് ഏത് മന്ത്രിയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ഇവിടെ സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപതി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സമ്മാനിച്ചു. അതിൽ കേരളത്തിൽ നിന്നും മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്ത് 2ാം സ്ഥാനം നേടുകയുണ്ടായി. ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കിയതിന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് ദേശീയ തലത്തിൽ 2ാം സ്ഥാനം നേടി. അതുപോലെ പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് കിലയെ തിരഞ്ഞെടുത്തു. കില 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കില. ഓക്കെ, അപ്പോൾ കേരളത്തിന് 2 സമ്മാനങ്ങളാണ്. ഒന്ന് പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് 2ാം സ്ഥാനവും പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ കിലയെ 1ാം സ്ഥാനത്തിനും അർഹനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് 2 പുരസ്കാരം. ഒന്ന് ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനം ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കിയതിന് മലപ്പുറം ജില്ലയിലെ ഏത് പഞ്ചായത്ത്? പെരുമ്പടപ്പ പഞ്ചായത്തിന് 2ാം സ്ഥാനവും പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തതിന് കിലയ്ക്ക് 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് കരുതലും കൈത്താങ്ങും. കേരളത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു താലൂക്ക് തല അദാലത്തിന്റെ ക്യാമ്പയിന്റെ പേരാണ് കരുതലും കൈത്താങ്ങും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും മന്ത്രിമാർ നേരിട്ടെത്തി പരാതികളൊക്കെ സ്വീകരിക്കും. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമൊക്കെ മുഖ്യമന്ത്രി നിർവഹിച്ചതായി ഇപ്പോൾ ഓരോ താലൂക്കുകളിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന അദാലത്ത് പരിപാടിയാണ് ഇത് കരുതലും കൈത്താങ്ങും. കരുതലും കൈത്താങ്ങും. ഓക്കെ, ഇതിൽ karudal.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയൊക്കെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പരാതികൾ എന്തെങ്കിലുമൊക്കെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കുക. അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലെ ഹെൽപ്പ് ഡെസ്ക് വഴിയോ പരാതികളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ കരുതലും കൈത്താങ്ങും. അതുപോലെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കാം. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ, അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? അരവിന്ദ് പനഗരിയ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് ഒന്നുകൂടെ നോക്കാം. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ഡോക്ടർ രത്തന്യു കെൽക്കർ. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പശ്ചിമ ബംഗാൾ. കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഇന്ത്യക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. അതിൽ ഇന്ത്യക്കാരനായ ശംഭുകുമാറിനെ അധ്യക്ഷനായി നിയമിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂമോണിയക്കെതിരെ വികസിപ്പിച്ച ആന്റിബയോട്ടിനാണ് നാപിത്രോമൈസിൻ. ആംഗ്യഭാഷ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ DTH ചാനലാണ് PM E-വിദ്യ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിനും പുരസ്കാരം കിട്ടി, കിലയ്ക്കും പുരസ്കാരം കിട്ടി. പിന്നെ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനായിട്ട് ആരംഭിച്ച അദാലത്ത് പരിപാടിയാണ് കരുതലും കൈത്താങ്ങും. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അരവിന്ദ് പനഗരിയ. ഓക്കെ, അപ്പോൾ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായി ബുക്കിൽ അന്നൊന്ന് എഴുതി വരിക. നമ്മുടെ 2025-26 പരീക്ഷകൾക്കൊക്കെ ഈ ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫയേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാവരും എഴുതി പഠിക്കുക. ഒരു മാർക്ക് പോലും നമുക്ക് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് നഷ്ടമാകാതിരിക്കാനാണ് ഈ ഒരു ഉദ്യമം എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ പലരും കോഴ്സിൽ ചേരാൻ വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മൾ വലിയ ആക്റ്റീവായിട്ടുള്ളതായിട്ട് കാണുന്നില്ല. പലരും പറയാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ല, ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഇല്ല, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മളത് അങ്ങനെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട്. കാരണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ലൈവ് ക്ലാസ്സും ക്ലാസ്സിൽ തന്നെ നോട്ടും എഴുതി കുറച്ച് വളരെ ചുരുക്കം ഒരു 20 മുതൽ 25 വരെ കുട്ടികളെ ഓരോ ബാച്ചിലേക്ക് എടുത്ത് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഈ കറണ്ട് അഫയേഴ്സിലെ കാര്യത്തിൽ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി അവർക്ക് നമ്മളിപ്പം ക്ലാസ്സിൽ എടുത്തു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് യൂട്യൂബ് ചാനൽ വഴി നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ, കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 3 ബാച്ചുകളുണ്ട്. 6 മണി, രാത്രി 9 മണി, പിന്നെ പ്രത്യേകം ക്രാഷ് കോഴ്സ് രാത്രി 8 മണി.
ഓക്കെ, ബാക്കി റെഗുലർ കോഴ്സ് ആണെങ്കിൽ ഫുൾ സിലബസ് 10 മുതൽ ഡിഗ്രി വരെയുള്ള ഫുൾ സിലബസും ഒരു കോഴ്സിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കി കിട്ടും. എല്ലാ വിഷയങ്ങളും അടിസ്ഥാന വിവരങ്ങൾ മുതൽ പഠിപ്പിക്കും. മറ്റേ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പ്രിലിമിനറി ഇപ്പം വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് അതിൽ ചേരേണ്ടി വരും. ഓക്കെ, എല്ലാം നമുക്ക് മന്ത്ലി ഫീസാണ്, ഒരുമിച്ച് ഫീസ് അടക്കുന്ന സിസ്റ്റം ഒന്നുമില്ല, എല്ലാം മന്ത്ലി ഫീസ് തന്നെയാണ്. ഇവിടെ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തുച്ഛമായ ഫീസിൽ, ഡിസ്കൗണ്ടഡ് ഫീസിൽ നിങ്ങൾക്ക് ബാച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചേരാം. അപ്പോൾ പുതിയ റെഗുലർ കോഴ്സുകൾ ആരംഭിക്കുന്ന ഈ മാസം 18-ാം തീയതി മുതലായിരിക്കും റെഗുലർ കോഴ്സുകൾ ആരംഭിക്കുക. രാവിലെ 6 മണി, രാത്രി 9 മണി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. തിരക്കുള്ളവരെ സംബന്ധിച്ച്, ബാക്കി ഫ്രീ ആയിട്ടുള്ളവരൊക്കെ ഓഫ്ലൈൻ ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ ദയവേത് അവിടെ പോയി പഠിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. പഠിക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മിഷനാണ് ഗെയിൻ നോളജ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ സമയമില്ല, തിരക്കുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ചേരാം. നിങ്ങൾ എന്തായാലും 1.5 മണിക്കൂർ കൊണ്ട് ഓരോ ദിവസവും കൃത്യമായി പഠിച്ചു പോയിരിക്കും. കാരണം നമ്മുടെ ഒരു പഠന രീതി അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അതുപോലെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ തന്നിട്ടുള്ള നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ മുന്നോട്ടുള്ള കറണ്ട് അഫയേഴ്സൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുക, കണ്ട് ഓരോ ദിവസവും പഠിച്ചു വരിക. ആ മാസം അവസാനമുള്ള മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അത്രയും പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നവംബറിലെ മോക്ക് ടെസ്റ്റ് നവംബർ മാസം 29-30 ദിവസത്തെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് നോക്കുക കണ്ടിട്ടുള്ളത്. അതുപോലെ ഡിസംബറിൽ കഴിയുമ്പോഴും നമ്മൾ മോക്ക് ടെസ്റ്റ് അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക്